nation army couldn't hold me back. They're gonna rip it off, taking their time right behind my back. And I'm talking to myself at night because I can't forget, because I can't forget, because I can't forget. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹോണ്ട അമേസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. 2023 മോഡൽ ഹോണ്ട അമേസിൻ്റെ കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷനായിട്ടാണ് ഇന്ന് ഹോണ്ട അമേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ 555 മോട്ടോർ ടോപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഹോണ്ട അമേസിൻ്റെ വിശേഷങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്, നമ്മൾ ഈ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ജനറേഷൻ ഹോണ്ട അമേസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങളോടെയാണ് ഇപ്രാവശ്യത്തെ ഹോണ്ട അമേസ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കഴിഞ്ഞ ജനറേഷത്തെ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഈ ഒരു മോഡൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഇങ്ങനെ ഒരു കേവ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഡിസൈൻ മാറിയിട്ട് ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഈ ബോണറ്റ് ഫ്രണ്ടിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ ആ ഡ്രൈവർ സൈഡിൽ നിന്നുള്ളൊരു വിസിബിലിറ്റി പറയുമ്പോൾ ആ ഫ്രണ്ട് പോർഷൻ കട്ടായത് നമുക്ക് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടർ ലൈൻസിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റും ഒക്കെ ശരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവ് കോൺഫിഡൻസ് കൂട്ടുന്നതിനൊരു റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിൽ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് അവിടെ ലോഗോവും കാര്യങ്ങളൊക്കെ ആണ് ഹോണ്ടൻ്റെ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഡിസൈനൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ടുണ്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് പറയാം ന്യൂ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് വിത്ത് LED DRLs വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. പിന്നെ LED ഫോഗ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ ജനറേഷനിലെ ഫോഗ് ലാംപ്സ് LED അല്ലായിരുന്നു. അത് പിന്നെ ഇവിടെ ഒരു ക്രോം ടച്ച് കൊടുത്തിട്ടുണ്ട്, തികച്ചും നല്ലൊരു ഇതായിട്ട് പറയാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു എയർ വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു എയർ ഫ്ലോ ഒക്കെ കറക്റ്റായിട്ട് രീതി കിട്ടാൻ വേണ്ടിയിട്ട് പൊന്തിക്ക്. അത് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ എയറിനെ കണ്ട് നമ്മൾ കാറ്റിനെ കണ്ട് കീറി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ട രീതിയിലാണ് അതിൻ്റെ ആ ഒരു കേവ് സൈഡത്ത് കൊടുത്തിങ്ങനെ നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ എയർ വെൻ്റൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ എയർ ഫ്ലോ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മേലെ എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ എൻജിൻ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല രീതിയിൽ സഹായിക്കുമെന്ന് നമുക്ക് പറയാം. ഈ എയർ വെൻസിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ എയർ വെൻ്റ് കൊടുത്തിരിക്കണമെന്ന് പറയാം. പിന്നെ നമുക്ക് LED DRLസോടെ വന്നിരിക്കണ ഹെഡ്ലൈറ്റും ഫോഗ് ലാംപ്സും LED ഫോഗ് ലാംപ്സൊക്കെ ഭയങ്കര അധികം നൈറ്റ് ഡ്രൈവിലും അല്ലാത്ത വിഷയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ. പിന്നെ ആ ക്യാരക്ടർ ലൈൻസ് ഇവിടെ വന്നിരിക്കണ ഈ ക്യാരക്ടർ ലൈൻസൊക്കെ ഒരുപാട് നമുക്ക് നല്ലൊരു ഡ്രൈവ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായിട്ട് പറയാം. പിന്നെ നമുക്ക് നല്ല അടിപൊളി മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പേഴ്സ് കാണാം. പിന്നെ എന്തായാലും നല്ല നമുക്ക് നല്ല സ്റ്റേബിളായിട്ടുള്ള നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണത്. പിന്നെ അതിൻ്റെ ഡോർ പാനൽസൊക്കെ ഉണ്ടല്ലോ, നല്ല തികച്ചും നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള നല്ല ഗ്രിപ്പോടെ കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ടച്ചോടെയൊക്കെ വന്നിരിക്കുന്നത്. ഇവിടെ ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുമ്പോൾ 15 ഇഞ്ചിൻ്റെ അലോയാണ് വന്നിരിക്കുന്നത്. അലോയ് കാണിച്ചു കൊടുക്കും. 15 ഇഞ്ചിൻ്റെ ഒരു അലോയ് വന്നിരിക്കുന്നത്. ഹോണ്ടയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് കട്ട് 2 ടോൺ റിയർ അലോയ് ആണ് വന്നിരിക്കുന്നത് വിത്ത് വീൽസ്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്.
ഞാൻ വീണ്ടും പറയണു, അത് ഡയമണ്ട് കട്ട് 2 ടോൺ റിയർ വീൽ 15 ഇഞ്ചിൻ്റെ അലോയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടയറൊക്കെ ഭയങ്കര ക്വാളിറ്റീൻ്റെ ഒക്കെ കൊടുത്തിരിക്കണത്. അതെന്തായാലും അതിൽ ഹോണ്ടയുടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അട്രാക്ഷൻ തരുന്ന രീതിയിലാണ്, ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ഇന്ന് ലഭിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഒരു ക്യാമറയുടെ ഒരു മിസ്സിങ് കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് നല്ല കുഴപ്പമില്ല. കാരണം ഇപ്പോൾ മിഡിൽ ക്ലാസ്സിന് ഉദ്ദേശിച്ച് അവർക്ക് അഫോർഡബിളായ രീതിയിൽ വണ്ടി മേടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അത്ര കോസ്റ്റ്ലി കാര്യങ്ങളൊന്നും വണ്ടി ഹോണ്ട പ്രാവശ്യത്തെ മോഡലിൽ ഇറക്കിയിട്ടില്ല. എന്തായാലും ഹോണ്ട വീണ്ടും അവർ അടുത്ത ജനറേഷനിലൊന്നും കൂടി നല്ലൊരു മോഡൽ വീണ്ടും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് പുതിയൊരു മോഡൽ ഇറക്കും നമുക്ക് വിചാരിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയുന്ന രീതിയിലാണ് അതിൻ്റെ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം കറക്റ്റ് ഈ ലൈൻസൊക്കെ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ക്യാരക്ടർ ലൈൻസ് എന്തെങ്കിലും കൊടുത്ത് നല്ലൊരു ഡിസൈൻ എലിമെൻ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ബാക്കത്തെ ടയറൊക്കെ കാണാം, വീൽസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഹോണ്ട അമേസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. എന്തായാലും നല്ല അടിപൊളി രീതിയിലാണ്, അതിൽ ഭയങ്കര ഒരു പവറോടെയാണ് ഹോണ്ട അമേസ് പ്രാവശ്യത്തെ മോഡൽ ഇറക്കിയിരിക്കുന്നത് പറയാം. എന്തായാലും ഇതിൻ്റെ ഒരു ഹാൻഡിൽ പറയുമ്പോൾ ഇത് ലെതർ റാപ്ഡ് ആണെന്ന് ഒന്നുകൂടി സ്റ്റേബിളായിരുന്നു പറയാം. എന്തായാലും ഇതും നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല പെട്ടെന്ന് നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര സ്മൂത്തിയാണ്, ഭയങ്കര ഈസി ടു ഹാൻഡിൽ, നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. കറക്റ്റ് നമ്മുടെ ഈ പൊസിഷനും എല്ലാം നല്ല ഫിറ്റായിട്ടാണ് എന്തായാലും അമേസ് പ്രാവശ്യത്തെ മോഡൽ വന്നിരിക്കുന്നത്. എന്തായാലും മാസീവായിട്ടുണ്ട് ഇതിൻ്റെ മോഡൽ വന്നിട്ട് പറയുമ്പോൾ. എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് ഞാൻ ഹോണ്ടാൻ്റെ ഒരു വണ്ടി റിവ്യൂ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഫസ്റ്റ് റിവ്യൂവിൽ തന്നെ ഹോണ്ട അമേസിനെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയാം. എന്തായാലും ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷനൊക്കെ കറക്റ്റാണ്, നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. എല്ലാം നമ്മൾ ഫുൾ കൺട്രോളിലായിട്ടാണ്, നമുക്ക് ഭയങ്കര വണ്ടി ഫുള്ളായിട്ട് നമ്മുടെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഫീലാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്രോം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിയറിങ്ങാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെറ്റൽ, ഇങ്ങനെ ഒരു ക്രോം ടച്ച് അല്ല, പക്ഷേ അതിൻ്റെ ഒരു ഡിസൈൻ എലിമെൻ്റായിട്ട് പറയാം, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ക്രോം ടച്ചിൻ്റെ ഒരു കളറ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് സ്പോർട്ടി ആയിട്ട് പറയാം. അപ്പോൾ ഹോണ്ടാൻ്റെ ഇത് ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എയർ ബാഗ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ 2 ഹോൺസിൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോള് അറ്റൻഡ് ചെയ്യാനുള്ള ഡിക്ലൈൻ ചെയ്യാനുള്ള അതിൻ്റെ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വോയിസ് കമാൻഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഇൻഫോടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു കൺട്രോൾസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നേരെ നമുക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ കാണുമ്പോൾ കാണാം അവിടെ നമുക്ക് RPM മീറ്റർ കാണാം. പിന്നെ 180 ആണ് ടോപ്പ് സ്പീഡ് ഇതിൻ്റെ വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പിളും സീറ്റ് ബെൽറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻഡിക്കേഷൻസൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിലോമീറ്ററിൻ്റെയും പിന്നെ ഒരുപാട് അതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടണൊക്കെ കാണാം. പിന്നെ നമുക്ക് ഇതാണ് ഇവിടെ എൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എൻജിൻ്റെ സ്വിച്ച് വരുന്നത്. നല്ല സ്പോർട്ടി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും റെഡ് കളറിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സ്പോർട്ടി ആയുള്ള വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീലാണിത്. ഈ റെഡ് കളറിൽ കൊടുത്ത എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ആ റെഡ് കളർ പറയുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ തരുന്ന രീതിയിൽ അതിൻ്റെ റെഡ് കളറിൽ കൊടുത്ത എന്തായാലും നന്നായി. പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു എയർ വെൻറ്റ് കാണാം. പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ഡിസൈൻ എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഭയങ്കര നല്ലൊരു ഒരു ക്വാളിറ്റി ആയിട്ട് പറയാം. പിന്നെ നമുക്ക് നേരെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു എയർ വെൻറ്റ് കാണാം. 2 എയർ വെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഫീച്ചറിലാണ്. എന്തായാലും ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. എന്തായാലും ഒരുപാട് കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഇൻഫോടൈൻമെൻറ്റ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി ഒരു ന്യൂ വെഹിക്കിളാണ്. ഇത് രജിസ്ട്രേഷൻ കഴിയാത്തൊരു വെഹിക്കിളായതുകൊണ്ട് നമുക്കിത് ഓൺ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. പിന്നെ നമുക്കിത് ഓൺ ചെയ്യാനുള്ളതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ, സ്വിച്ച് ചെയ്യാൻ വേണ്ട, ഓൺ ആവുന്നില്ല, അത് രജിസ്ട്രേഷൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ ഹസാർഡ് ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അമേസ് എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഫ്രഷ് എന്നുള്ള ഒരു രീതിയിൽ അതിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും പോലും കളഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് നേരെ നോക്കുമ്പോൾ കാണട്ടോ, പിന്നെ AC വെൻസും കാര്യങ്ങളൊക്കെ കാണാം. അല്ല കൂട്ടാനുള്ളത്
എന്തായാലും നല്ലൊരു കൂളിങ്ങിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നല്ല കൂളിങ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഓരോ ഇൻഡിക്കേഷൻസും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഇവിടെ വേറൊരു കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. എടുത്തോ. പിന്നെ നമുക്ക് നേരെ സെൻറ്ററിലേക്ക് വരുമ്പോൾ കാണാം ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 USB കേബിൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫോണ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പറയുമ്പോൾ ഈ ഗിയർ നോബ് എന്തായാലും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ എന്തായാലും നല്ല അട്രാക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അതിൻ്റെ ചുറ്റും ഒരു ക്രോം പ്ലേറ്റ് കൊടുത്തിരിക്കണം. എന്തായാലും നല്ലൊരു ഫീച്ചറായിട്ടേക്ക് ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടേക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ ക്രോം ടച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രീമിയം ഒരു ഇത് കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് നന്നായിട്ട് അട്രാക്റ്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ നമ്മളെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഗിയർ നോബ് കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. നല്ല സ്റ്റേബിളായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കും. അങ്ങനത്തെ രീതിയിലാണ് ഇതിൻ്റെ ഗിയർ നോബ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് കുറച്ചുകൂടി ബാക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സാധനം ഞാൻ മേലക്കാക്കി തട്ടിനനുസരിച്ചിട്ട് ഇത് സീറ്റ് ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സാധനം റിക്ലൈനും ചെയ്യാൻ പറ്റുന്ന ടോപ്പാണ്. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് ഈ ഹോണ്ട അമേസിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും അത് വലിയൊരു ഫീച്ചറായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഒരുവിധ വണ്ടിയൊക്കെ കാണാത്ത രീതിയിലാണ് എനിക്ക് ഫീച്ചർ വന്നിട്ടുള്ളത്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇവിടെ പറയാനുള്ള കാര്യം പറയുന്നത്. നമുക്ക് നേരെ റിയൽ സീറ്റിൽ പോയിട്ട് ബാക്കി വിഷയങ്ങൾ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് എന്നുള്ള പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗംഭീരമായി നോക്കി സ്ഥിതിക്ക് നമുക്ക് ഇപ്പോൾ റിവർ സൈറ്റ് കൂടി ഒന്ന് നോക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ബാക്കി വിഷയം പറയാം. എന്തായാലും നമ്മുടെ ഹോണ്ട അമേസ് 2023 ഇറക്കിയ മോഡൽ എന്തായാലും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ മോഡലിൽ വെച്ച് നോക്കുമ്പോൾ ഇതെന്തായാലും ഗംഭീരമായിട്ടാണ് ഹോണ്ട ഇപ്രാവശ്യം അമേസിന് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുനിന്ന് ഫ്രണ്ട് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ക്രോം ടച്ചിൻ്റെ എലിമെൻസും അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വകയും നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഹോണ്ട അമേസ് ഒരു പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള വെഹിക്കിളായിട്ട് നമുക്ക് പറയാം. കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് നേരെ റിയർ സൈഡിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കി നോക്കാം. ലെറ്റ്സ് കം ഓൺ. ഇതാണ് അമേസിൻ്റെ ഇൻറ്റീരിയറിൻ്റെ റിയർ പോർഷൻ വരുന്നത്. എന്തായാലും തികച്ചും നല്ല അടിപൊളി കംഫോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും അതായത് നമുക്ക് ഹെഡ് റൂം എന്തായാലും അത്യാവശ്യം കുറച്ച് ഈ ഒരു സ്പേസിൽ ഹെഡ് റൂം കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് നെയ് റൂം അത്യാവശ്യം കിട്ടുന്നുണ്ട്. എന്തായാലും എൻ്റെ ഒരു പ്രായക്കാർക്ക് ഒരു 4 ആൾക്ക് സുഖമായിട്ട് ഇത് ഇരിക്കാൻ പറ്റും. ഒരു 4 ആൾക്ക് എൻ്റെ ഈ ഏജിൽ പറ്റിയ ആൾക്ക് 4 ആൾക്ക് ഇരിക്കാൻ സുഖമായിട്ട് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്കത്തെ എന്തായാലും സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷൻ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല സ്റ്റേബിളായിട്ടുള്ള നല്ല ഒരു കംഫോർട്ട് തരുന്ന രീതിയിലാണ് അതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കൂടുതൽ കൺട്രോൾസൊന്നും കൊടുത്ത് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല. ഇവിടെ ഒറ്റ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നേരെ ഇതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡോർ പാനൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡുവൽ ടോണിൽ വരുന്ന 2 കളറിൻ്റെ ഒരു ബ്ലാക്കും ഒന്ന് ക്രീം കളറുമായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്ലാസ്റ്റിക് മെറ്റൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു പവർ ഔട്ട്ലെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സെൻട്രൽ ടണൽ എന്തായാലും ചെറുതായി കൊടുത്ത വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. കാരണം ചില വണ്ടികൾ വലിയൊരു ടണൽ കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ ബാക്കിലിരിക്കുന്ന ആൾക്ക് കംഫോർട്ട് കമ്മിയാവുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഹോണ്ട മനസ്സിലാക്കിയിട്ട് ആണ് തോന്നുന്നു ആ സെൻട്രൽ ടണലിൻ്റെ ഒരു ഹൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹൈറ്റും അതിൻ്റെ ആ വിഡ്ത്തൊക്കെ ഒന്ന് കമ്മിയാക്കി കുറച്ച് സ്റ്റേബിളാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ബാക്കിലിരിക്കുന്നവർക്ക് നന്നായിട്ട് അത് ഉപകാരപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ നമുക്ക് ഇവിടെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മേലെ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്ലീനായിട്ട് പുതിയ വണ്ടിയുണ്ട്. നല്ല രസമുണ്ട് കാണാം. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തികച്ചൊരു പ്രീമിയം ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് തന്നെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്. ഒരു 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാനുള്ള കാര്യം പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ മറ്റൊരു വണ്ടിയായിട്ട് വീണ്ടും കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് അമേസിൻ്റെ എൻജിൻ റൂം ഒന്ന് നോക്കി നോക്കാം. അതിൻ്റെ ഹൃദയം എന്നൊക്കെ പറയില്ല, അതേപോലെ എൻജിൻ റൂം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ പറയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലോക്ക് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്നുകൊണ്ട് പൊങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. ഹൈഡ്രോളിക് പവർ കൊടുത്തിട്ടില്ല. പിന്നെ അത് ഇവിടെ ഇങ്ങോട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം പറയുന്നത്. കാണിച്ചു കൊടുക്കുക ഡീറ്റെയിൽ. എന്തായാലും നല്ല നീറ്റായിട്ടാണ് അതിൻ്റെ എൻജിൻ റൂം എന്തായാലും കൊടുത്തിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് 1.2 ലിറ്റർ IVTEC പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പിന്നെ 1200 cc എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പിന്നെ 90 bhp ഹോഴ്സ് പവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോർക്ക് വന്നിരിക്കുന്നത് 110 Nm ടോർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എഞ്ചിനെ കുറിച്ച് പറയാനുള്ള കാര്യം. പറയുമ്പോൾ എന്തായാലും IVTEC എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത് നല്ല അട്രാക്റ്റീവായ രീതിയിലാണ് അതിൻ്റെ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് നല്ല ഡിസിപ്ലിൻ്റോടെയാണ്. പക്ഷെ കുറേ സ്പേസ് നമുക്ക് ചില സ്ഥലത്ത് കാണുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് അഡ്വാൻറ്റേജ് ഉള്ളിലേക്ക് ഇതാക്കായിരുന്നു പറയാണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര ഡീസൻ്റായിട്ട് നല്ല അടിപൊളി മാനറിലാണ് അവരെന്തായാലും എഞ്ചിൻ റൂം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമുക്ക് ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ. പറയുമ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടത് എന്തായാലും നല്ല ഡീസൻ്റായിട്ടാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ടെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കുറേ സ്പേസ് ഫ്രീക്വൻ്റ് ആയിട്ട് അവർ ലോസ് ചെയ്തിട്ടുണ്ടായി. ഒരു ഫീഡ്ബാക്ക് പറയാമെന്ന് മാത്രം. എന്തായാലും കുഴപ്പമില്ല. അധികം ഇതിൻ്റെ ബൂട്ട് സ്പേസിന് അധികം വെയിറ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓപ്പണും ക്ലോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് ഇതിൻ്റെ ബോണറ്റ് എന്തെങ്കിലും പൊന്തിക്കുമ്പോൾ അധികം വെയിറ്റ് ഒന്നുമില്ല. എന്തായാലും ലൈറ്റ് വെയിറ്റ് ആണ്. ഹൈഡ്രോളിക് പവറിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല പറയാം. എന്തായാലും അത്ര വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ഫുഡ് പൊന്തിക്കാനും താഴ്ത്താനൊക്കെ പറ്റി. അപ്പോൾ അത്രയുള്ള എൻജിൻ റൂമിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നേരെ നമുക്ക് സൈഡിലേക്ക് പോവാം. സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് 175 ലെങ്ത്ത് എത്രയോ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വിഡ്ത്ത് അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം 2 ഹൈറ്റ് ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇവിടെ പറയാനുള്ള കാര്യം. പറയുമ്പോൾ ഇനി നമുക്ക് നേരെ ബാക്കിലേക്ക് വരുമ്പോൾ റെയറിലേക്ക് വരുമ്പോൾ കാണാം C ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ടൈൽ ലാമ്പ് വന്നിരിക്കണത്. അതായത് നമുക്ക് നല്ല അട്രാക്റ്റീവായി തരുന്ന രീതിയിലാണ് അതിൻ്റെ C ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു പണ്ടത്തെ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുകൂടി അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. നല്ല ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പോസി എന്തായാലും നല്ല അട്രാക്ഷൻ തരുന്ന രീതിയിലാണ് അതിൻ്റെ സൈഡിക്കൊക്കെ കണ്ടോ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുത്തിരിക്കണതാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല അട്രാക്റ്റീവായിട്ട് വരുന്നുണ്ട്. ന്യൂ C ഷേപ്പ് റെയർ കോമ്പിനേഷൻ ലാംപ്സാണ് എന്തായാലും വന്നിരിക്കുന്നത്. എന്തായാലും നല്ല ഇത് തോന്നുന്നുണ്ട്. നല്ല അട്രാക്ഷൻ തരുന്ന രീതിയിലാണ് അതിൻ്റെ ടൈൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ IVTEC എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിനെ ആ എൻജിൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഹോണ്ടൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ നോക്കുമ്പോൾ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീനൊക്കെ കാണാം. പിന്നെ നമുക്ക് റെയർ സ്പോയിലർ കാണാം. പിന്നെ അതിൻ്റെ ഡിഫോഗർ ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കത്തെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അമേസിനുള്ളൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഡിസൈൻ എലമെൻ്റ് ആയിട്ടൊരു ക്രോം ടച്ചിൽ അതിൻ്റെ ഒരു പേര് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു അടിയിൽ ക്രോം ടച്ച് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വണ്ടിയിൽ കൂടുതൽ സൗന്ദര്യം തരുന്ന രീതിയിൽ അതിൻ്റെ അവിടെ കൊടുത്തിരിക്കണത്. ബാക്ക് അതിൻ്റെ ബാക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എന്തെങ്കിലും ക്രോം ടച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി അട്രാക്ഷൻ തരുന്ന രീതിയിലാണ്. പിന്നെ ഇവിടെ നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ 2 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ 2 റിഫ്ലക്റ്റേഴ്സ് 2 ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ബാക്ക് നല്ലൊരു വ്യൂ നല്ല രസമുണ്ട് കാണാൻ. സോറി ഞാൻ നേരത്തെ പറഞ്ഞു, 2 സെൻസേഴ്സ് അല്ല ബാക്കിൽ വന്നിട്ടുണ്ട്, 4 സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ആ സൈഡിൽ 2 സെൻസറും പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നേരെ സൈഡിലേക്ക് വരുമ്പോൾ നേരത്തെ കണ്ട പ്രൊഫൈൽ തന്നെയാണ്. നമുക്ക് നല്ലൊരു അടിപൊളി വണ്ടിയുടെ ഒരു ഫീൽ എന്തായാലും കിട്ടുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ എൻ്റെ ഡ്രൈവ് ഇന്ന് അമേസിൻ്റെ ഒപ്പം ആവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.